താരമായി നിൽക്കുന്ന ഹരിയാനയിലെ സിംഹം. നമ്മുടെ മാപ്ര ചാനലുകളിലൊന്നും ഇത് പറയില്ല. കാരണം നല്ലതും രാജ്യവികസനപരമായ കാര്യങ്ങൾ അവർക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നതാണല്ലോ. RS ഭട്ടിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെപ്പറ്റി പറയാം. ഫാറൂഖ് നഗർ മുതൽ ഗുരുഗ്രാം വരെ നീണ്ടു കിടക്കുന്ന 8 കിലോമീറ്റർ നീളമുള്ള വെറും 2 വരികൾ മാത്രമുള്ള 33 അടി വീതിയുള്ള സ്ഥലത്തെ 66 അടി വീതിയുള്ള 4 വരി പാതയാക്കണം എന്ന ഉദ്യമമാണ് RS ഭട്ടിന് കിട്ടിയത്. റോഡിന് ഇരുവശത്തും ഉള്ള കടകളും വീടുകളും എല്ലാം തന്നെ UPA സർക്കാർ കാലത്ത് പലരുടെയും ഒത്താശയോടെ പലരും കൈയടക്കിയതാണ്. അതായത് സർക്കാർ ഭൂമിയാണെന്ന് സാരം. ഒഴിപ്പിക്കൽ ഒരിക്കലും നടക്കില്ല എന്ന് പലരും പറഞ്ഞു. RS ഭട്ട് നേരിട്ടും മറ്റു ഉദ്യോഗസ്ഥരെ കൂട്ടിയും കുറഞ്ഞത് 3 തവണ വാണിംഗ് കൊടുത്തു, എല്ലാവർക്കും എല്ലാം കാലിയാക്കാൻ. എന്നിട്ടും നമ്മൾ ന്യൂനപക്ഷം എന്ന് പ്രീണിപ്പിക്കുന്ന പലരും അവിടം ഒഴിയാൻ കൂട്ടാക്കിയില്ല. അനധികൃതമായി ലൈസൻസ് പോലും ഇല്ലാതെ നടക്കുന്ന പല കടകളും ഇവിടെയുണ്ട്. ഒടുവിൽ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഒരു ദിവസം RS ഭട്ടും കൂട്ടരും ചേർന്ന് ഡിമോളിഷൻ അങ്ങ് തുടങ്ങി. അതിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായെങ്കിലും കേരളത്തിൽ നടക്കുന്ന ഗുണ്ടായിസം ഒന്നും അവിടെ ചിലവാകില്ല എന്നവർക്ക് മനസ്സിലായി. ഇപ്പോൾ കാലിയാക്കൽ ഏതാണ്ട് തീരാറായി.